ഈ പണം അഥവാ മണി എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ അവിഭാജ്യ ഘടകമാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് നീഡ്സ്, അതായത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇവയ്ക്കെല്ലാം തന്നെ പണം ആവശ്യമാണ്. അതുകൂടാതെ നമ്മുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ ഇവ നേടണമെങ്കിലും പണം നമുക്ക് കൂടിയേ കഴിയും. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും സ്വതന്ത്രമായി നേടാൻ നമ്മുടെ കൈവശം പണം കൂടിയേ കഴിയും. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. ഒരു കിണറ്റിൻ്റെ വ്യത്യസ്ത വശങ്ങളിലൂടെ ഉറവകൾ ഇരിഞ്ഞിറങ്ങി കിണർ നിറയുന്നത് പോലെയാണ് വ്യത്യസ്ത വശങ്ങളിലൂടെ പണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഫൈനാൻഷ്യൽ ടേംസിൽ നമ്മൾ ഇതിന് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയും. ഇതിൽ നിന്നും നമ്മുടെ ചെലവുകൾ അഥവാ എക്സ്പെൻസുകൾക്ക് വേണ്ടി നമ്മൾ പണം ചിലവാക്കും. ഇതിനെയാണ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. ഇങ്ങനെ ക്യാഷിൻ്റെ വരവിൽ നിന്ന് ചെലവ് കഴിച്ച് ബാക്കി കിട്ടുന്ന എമൗണ്ടിനെ നമുക്ക് സേവിങ്സ് എന്ന് പറയും. ഈ സേവിങ്സ് ഉപയോഗിച്ചാണ് നമ്മുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ ഇവയെല്ലാം നമ്മൾ നിറവേറുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പണത്തിൻ്റെ ഒഴുക്കിനെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. അതായത് പണം നമ്മുടെ കൈവശം എത്തിച്ചേരുന്നത് പ്രധാനമായും 4 ഘടകങ്ങളെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ 4 ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം.